വീട്ടിൽ ചേർന്നിടാൻ മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു ഭാഗ്യമോർക്കും ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ വേളയിൽ നമ്മുടെ പ്രിയ അമ്മച്ചിയുടെ യാത്രയയപ്പിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ഈ ശുശ്രൂഷകൾക്ക് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ ഈ ശുശ്രൂഷകൾ പങ്കുചേരുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ അമ്മച്ചി ചില നാളുകളായി ശാരീരികമായ ക്ഷീണത്തിൽ മകനോടൊപ്പം ഭവനത്തിലും ആശുപത്രിയിലുമൊക്കെയായി ആയിരുന്നത് ഞങ്ങൾ നേരിൽ കാണുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിഞ്ഞില്ല എങ്കിലും ഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചിട്ടുണ്ട്. ഈ അമ്മച്ചിയോട്, ഈ കുടുംബത്തോട് വിവിധ നിലകളിലുള്ള ബന്ധമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ളത്. ഒന്ന്, ഒരു ദേശത്ത് മഞ്ചാടിക്കുഴി. എൻ്റെ ബാല്യം മുതൽ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾക്കൊരുമിച്ച് ഇവിടെയുള്ള ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അപ്പോൾ തന്നെ അമ്മച്ചിയുടെ മക്കൾ എൻ്റെ സഹോദരങ്ങളെപ്പോലെ എനിക്കവരെ കാണുവാനും അമ്മച്ചിയുടെ മകൻ രാജു ഞങ്ങൾക്കൊരുമിച്ച് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരുമിച്ച് പഠിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരമ്മച്ചി, ഇപ്പോൾ അമ്മച്ചി നമ്മുടെ നടുവിലില്ല. കഴിഞ്ഞ 86 വർഷങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം തമ്പുരാൻ തനിക്ക് നൽകിയ ഭൗതിക ശരീരം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ മാനുഷികമായ വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം എന്ത് പറഞ്ഞാലും അതൊരാശ്വാസമാവുകയില്ല. എന്നാൽ ദൈവവചനത്തിൽ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുന്നു. ദൈവ വചനത്തിന് മാത്രമേ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുന്നു. ആ വചനം ഏതാണെന്ന് അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിന് മുമ്പേ മരിച്ചവർ, അവർ ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന നാം
അവരോടുകൂടെ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ അപ്പോൾ ഇതിന്റെ 13-ാം വാക്യത്തിൽ കാര്യം പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്, ഇരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. അപ്പോൾ പ്രിയ അമ്മച്ചി നിദ്ര കൊള്ളുകയാണ്, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഉറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മച്ചി എഴുന്നേൽക്കും. ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. പ്രിയ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതം അത് തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും എല്ലാം ഒരു മാതൃകയാകട്ടെ. ഞങ്ങൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്ത് നിന്ന് കടന്നുപോയി. അതിനുശേഷം ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കർത്താവ് ഞങ്ങളെ വിളിച്ചു. കഴിഞ്ഞ 14 വർഷങ്ങളായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലാണ്. ഇപ്പോൾ ഞങ്ങൾ പെരുവയ്ക്കടുത്ത് കീഴൂര് കാരിക്കോടെന്ന ദൈവസഭയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് പ്രിയ അമ്മച്ചിയുടെ വേർപാടിനെക്കുറിച്ച് അറിയുവാൻ കഴിഞ്ഞത്. വരുവാനും കാണുവാനുമെല്ലാം കർത്താവ് അവസരമൊരുക്കിയല്ലോ. ഞങ്ങളുടെ കുടുംബമായി സഭയായും ഞങ്ങൾക്കുള്ള ദുഃഖവും കർത്താവിലുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരമൊരുക്കിയ കർത്താവിൻ്റെ അഭിഷിക്തദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. അനുശോചന വാക്കുകളെ അറിയിച്ച ബഹുമാനമുള്ള പാപ്പച്ചൻ പാസ്റ്ററോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ ഭാരം ബോധിച്ചിടുന്നേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ ഭാരം ബോധിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ
പ്രവേശിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ. സിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ പുരമോദം ഭാരം വളരുന്നതോ. സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ പുരമോദം ഭാരം വളരുന്നതോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുരനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു.
വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. 23-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് പറയാം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴിൽ കൂടി നടന്നാലും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അഭിഷേകം ചെയ്യുന്നു. എന്റെ പാലഭാഗത്തുടനെ കഴിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്മാനമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ഉൾപ്പാടത്തെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കി. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കി. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിത്യകൊള്ള സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. സ്വദേശം
സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യന്മാരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായി. നമ്മുടെ സഭാ പ്രവർത്തകൻ കെ സാർ ദുഃഖത്തിൽ രാജിയുന്ന കുടുംബാംഗങ്ങൾ, സഭാവിശ്വാസികൾ, മറ്റ് മിത്രാദികൾ, നമുക്കറിയാം സഭയായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയത് കുടുംബാംഗങ്ങളോ കുടുംബം. ആ കുടുംബത്തിലെ മാതാവ് പള്ളിയായിട്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രിയ കുടുംബത്തിലെ അംഗമാണ്. ആ മാതാവിൻ്റെ വേർപാട് എല്ലാ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരും ഒരു ആശ്വാസം ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സഭയുടെ എല്ലാവിധ ആഗ്രഹത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ സ്ത്രീജന സഖ്യത്തിന് വേണ്ടി ശ്രീമതി ശാന്തമ്മ ബൈബിൾ അനുശോചനം അറിയിക്കും. കൈയടിക്കുകയും ചെയ്തു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് തിരിഞ്ഞത്. എങ്കിലും ഞങ്ങൾക്ക് വളരെ ദുഃഖം ഉണ്ടായിരുന്നു. അമ്മയുടെ വേർപാട് ഇത്ര വളരെ സഭയുടെ ഏത് സ്നേഹസഖ്യത്തെ ഏത് പ്രാർത്ഥന ശുശ്രൂഷയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിജു സാറ്, എത്രയും ബഹുമാനിയായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ ദിവസം 7:45-50 ആണ് ഞങ്ങളുടെ മാതാവിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നത്. കഴിഞ്ഞ 9 പതിറ്റാണ്ടോളം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടുകളുടെ ബുദ്ധിമുട്ടുകളുടെ ജീവിതമാണ്. ഇവിടെ പറയപ്പെട്ട വാക്കുകളൊക്കെ അമ്മയുടെ അവസാന സന്ദർഭങ്ങളെക്കുറിച്ചാണ്. അതേസമയം ആദ്യ സന്ദർഭം എന്ന് പറയുന്നത് പട്ടിണിയുടെയും ബുദ്ധിമുട്ടിൻ്റെയല്ല, അഴിവിലൂടെ ഇവിടുത്തെ ഈ കൃഷിയിടങ്ങളിൽ അങ്ങനെ വേണ്ട വിധത്തിലുള്ള കൂലിയോ വരുമാനമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടിയവർ ദീർഘമായ കാലഘട്ടം അമ്മയുടെ ജീവിതത്തിലുണ്ട്. അതിനാണ് ഞങ്ങൾ 4 പേരിൽ വളർത്തി. ഞങ്ങളുടെ പിതാവ് കഴിഞ്ഞ 7 വർഷം മുമ്പ് വേർപെട്ടു. ഈ അവസാന സന്ദർഭത്തിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി വന്നപ്പോൾ അതീവ ഗുരുതരമായ രോഗവും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ജീവിതമാകെ അതീവ കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടുത്തെ ഈ പാടത്തും പറമ്പിലും പാടശേഖരങ്ങളെല്ലാം പണിയെടുത്ത് ഒരു ജീവിതം അവസാനിപ്പിച്ച മാതാവാണ് ഞങ്ങളുടെ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിനിടയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടവർ തൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു നടത്തുന്നത്. അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ചില വാക്കുകളിൽ ഇവിടെ കേട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു മറുവശം ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്.
ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് നടക്കുക. ഇതെന്തുകൊണ്ടാണ് അമ്മയെപ്പോലുള്ള തലമുറയിൽപ്പെട്ടവർക്ക് ഇതുപോലെ തീക്ഷ്ണമായ ഒരു ജീവിതം ഉണ്ടായത് എന്ന് പരിശോധിക്കുമ്പോൾ അത് മറ്റൊരു വലിയ വിഷയമാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് അവർക്ക് ഈ സഭയും ഈ വിശ്വാസവുമായിരുന്നു അവരുടെ കാണാൻ. അതനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരു വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടത്. വലിയ സ്ട്രഗിളായിരുന്നു നടത്തിയത്. എത്രമാത്രം അതിന് സാക്ഷിയാകാൻ പറ്റി എന്നത് മറ്റൊരു കാര്യം. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ 4 മക്കളും അവർ കുടുംബങ്ങളായി ജീവിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചവർ ഞങ്ങളുടെ സഹോദരൻ വെളിയിൽ പോകാനൊരു അവസരമുണ്ടായി. അതെല്ലാം അനുഭവിക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോഴാണ് അമ്മ തീരാരോഗ്യമായി മാറിക്കൊണ്ട് ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. ഞങ്ങൾ കഴിയാതെ ശുശ്രൂഷിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനെല്ലാം ശ്രമിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ നിലയ്ക്ക് ഉള്ളൊരു ജീവിതമാണ് ഇവിടെ ഈ നിലകൊണ്ട് അവസാനിച്ചത്. ഇതിന് എൻ്റെ അമ്മ മാത്രമല്ല, അനേകം മനുഷ്യർ ഈ തലമുറയിൽപ്പെട്ടവർ ഇത്തരം ജീവത്യാഗം ചെയ്ത് പെടാപ്പാടുകൾ അന്തപ്പാടുകൾ ജീവിതം തള്ളിവയ്ക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. ഇന്നത്തെ അവസ്ഥയല്ല 10-50 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇവിടുത്തെ കാര്യം തന്നെയാണ്. ഈ മഞ്ചാടിക്ക് അക്കരെ താമസിക്കുന്ന ആളാണ്. അമേരിക്കയ്ക്ക് എൻ്റെ പിതാവ് വിവാഹം ചെയ്യുന്നു മാത്രം. അപ്പൊ ഈ 87 വർഷവും ഈ പ്രദേശത്തിന്റെ എല്ലാ ഗുണവും തിന്മയും അനുഭവിച്ചുകൊണ്ട് ഒരു കർഷക തൊഴിലാളി എന്ന നിലയിൽ അതീവ കഠിനമായ ത്യാഗത്തിലൂടെ എന്നുള്ളത് എൻ്റെ അമ്മ മാത്രമല്ല, തലമുറപ്പെട്ട അനേകം ഈ സഭയിൽ ഈ പ്രദേശത്ത് അതിനിടയ്ക്കാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഈ സഭയുടെ വികാര ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ആദരണീയനായ ജേക്കബ് ജോൺ അച്ഛനോടുള്ള എൻ്റെ കുടുംബത്തെ അകൈതവുമായ കൃതജ്ഞത ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട വിജയമോൻ സാറ് വാസ്തവം പറഞ്ഞാൽ എല്ലാ 1-2 ദിവസങ്ങളിലും എന്നെ വിളിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരികയും അമ്മച്ചിയുടെ വിശേഷം എന്താണ് 2-3 ആശുപത്രികളിലായി അവസാന നാളുകളിൽ അമ്മ ചികിത്സ തേടി പോയിട്ടുണ്ട്. കാരിത്താസ് ആശുപത്രി പോയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയി, അവസാനം പറഞ്ഞ് ഏതെങ്കിലും ചെറിയ ആശുപത്രി നേഴ്സിംഗ് കെയർ കിട്ടുന്ന പ്രൊഫസറിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജും കാരിത്താസിന്റെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് അവിടെ വാരിശ്ശേരിയിലുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി കാണും. അവിടെ എല്ലാം സാർ വരികയും അന്വേഷിക്കുകയും ഒരു ശുശ്രൂഷ എന്ന നിലയിലുള്ള എല്ലാവിധ കെയർ സാറ് തന്നിട്ടുണ്ട്. ബഹുമാന്യനായ ഈ സഭയുടെ ശുശ്രൂഷ വിജിമോൻ സാറിനോടുള്ള അങ്ങേയറ്റത്തെ നന്ദി ഞാൻ സമർപ്പിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട വിജിമോൻ സാറ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടത്. സാറ് എൻ്റെ പിതാവ് ഈ പ്രദേശത്തുകാരനാണ്. ഇവിടെ നുകർന്നു പോയ ഒരു സന്നദ്ധ സുവിശേഷകനായിരുന്നു. അയാളെ എമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ സുവിശേഷകനായ അദ്ദേഹം വളർന്നു. ഈ പ്രദേശത്ത് നിന്ന് എന്നുള്ള കളരി അന്നിവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടായ്മ അദ്ദേഹത്തിന്റെ പിതാവിന്റെ തലമുറയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉയർന്നു വന്നു ഒരു വലിയ സുവിശേഷനായിരുന്നു ബഹുമാനപ്പെട്ട മത്തായി അപ്പച്ചിനെ വിളിക്കുന്ന സാറിന്റെ
അപ്പച്ചൻ്റെ മോൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു സന്താനമാണ്. അതിലേക്ക് ഇവിടെ ഓടി വരാനാണ് വെച്ചാൽ മഹാനഷ്ടം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ സംരംഭത്തിൻ്റെ പേരിലുള്ള അങ്ങനത്തെ നന്ദി ഞാൻ രേഖപ്പെടുന്നു. ഇവിടുത്തെ ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, കൈകാര്യന്മാരെ, കൗൺസിൽ മെമ്പർ, അവരെല്ലാം ഇന്നലെ ഏതാണ്ട് അർദ്ധരാത്രി കഴിയുന്നവർ വീട്ടിലൂന്നി ഞാൻ താമസിക്കുന്ന വീട്ടിൽ വരികയും കൂടുതലാണ് എന്ന് പറഞ്ഞപ്പം അവരങ്ങോട്ട് തിരിക്കുകയും ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയി എന്നുള്ള വിവരം അറിയിച്ചപ്പോൾ അവരവിടെ എത്തി അവരുടെ ശുശ്രൂഷകൾ ഏതാണ്ട് രാത്രി 12 വരെ നീണ്ടുപോയി. അതിനുശേഷം ഇവിടെ വന്നിട്ട് പിന്നെ രാവിലെ 8 മണിയായപ്പോൾ അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ സാറിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഇതിൻ്റെ കൈകാര്യന്മാർ, ബഹുമാനപ്പെട്ട ബാബു, അതുപോലെ തന്നെ വൈഫ്, കൗൺസിലർ നോബൽ, അതേപോലെ തന്നെ കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി ഷിൻഡോ, പിന്നെ അനീഷ്, ഇവരെല്ലാം തന്നെ ഇവരോടുള്ള നന്ദി രേഖപ്പെടുത്തും. പിന്നെ പേരെടുത്തിയാണ് ആരും പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്നവരില്ല, ബന്ധുമിത്രാദികളും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരാണ്. ഔപചാരികരുടെ പേരിൽ എല്ലാവരോടുമുള്ള അങ്ങേയറ്റം അതീതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാഴ്ത്തപ്പെടുന്നതാണ്. സാധാരണ നാം കേൾക്കുന്ന, പ്രത്യേകിച്ച് വേർപാടിന്റെ സമയത്ത് നാം കേൾക്കുന്ന ഒരു വാക്കുകൾ 1 തിമോഥെയോസ് 6-ാം വാക്യവും യോബിന്റെ പുസ്തകം 1-ാം വാക്യം പറയാം. മരണം എന്ന യാഥാർത്ഥ്യം ഏത് നിമിഷവും നമ്മെ പിടിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കഴിഞ്ഞ 87 വർഷക്കാലമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രിയ മാതാവിന് ദൈവം അവസരം നൽകി. പ്രിയമായ എൻ്റെ മാതാവിൻ്റെ ജീവിതത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. ഞാനത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒരു 80 വർഷം മുമ്പുള്ള ഈ പ്രദേശത്തിന്റെ ചുറ്റുപാടുകളെ ഞാൻ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ജീവിത നിലവാരങ്ങളും എല്ലാം ആ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അതിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തലമുറകളെ അഭ്യസിപ്പിക്കുവാൻ, വളർത്തുവാൻ പ്രിയ മാതാവിന് സാധിച്ചു എന്നത് വളരെ ധന്യമായ ജീവിതാനുഭവമാണ്. പ്രിയ സാറ് പ്രിയ മാതാവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും വളരെ ഉത്സാഹവും താല്പര്യവും കാണിച്ചിരുന്ന പ്രിയ മാതാവാണ്. അതിൻ്റെ നന്മകളാണ് മക്കൾ അനുഭവിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ, നമ്മുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ അഭയാചന കഴിച്ചതിൻ്റെ നന്മകളാണ് ഇന്നത്തെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തുനിന്ന് വാങ്ങിപ്പോകുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് എന്താണ് നമുക്ക് പകരുവാൻ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നാം ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവകൃപയിലും ആയിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അമ്മ എന്ന് പറയുമ്പോൾ മക്കൾക്ക് എപ്പോഴും ഒരു പ്രധാന വ്യക്തിയാണ്. ഞാൻ സാധാരണ പറയും, മക്കളുടെ ടേസ്റ്റ് എന്ന് പറയുന്ന അമ്മയാണ്. ചെറുപ്രായത്തിൽ അമ്മയാണ് നമുക്ക് വാരിത്തരുന്നത്. അമ്മയുടെ ആഹാര രീതികളും രുചികളുമാണ് മക്കൾക്ക് ലഭിക്കുന്നത്. ഈ പ്രിയമാതാവിലൂടെ ലഭിച്ച എല്ലാ പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, നെടുവീർപ്പുണ്ടെങ്കിലും നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ പ്രിയ മാതാവിനെ അവിടെ വെച്ച് നാമം കാണുമെന്നുള്ള പ്രത്യാശ
ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് അവസാനം കാണാനുള്ള അവസരമുണ്ട്. ഇതിനുശേഷം ഭൗതിക ശരീര സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ശുശ്രൂഷയ്ക്കായി. സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി എൻ സ്വദേശം കാൺമതിനായി നേരം മാത്രം